ഈ മാമൻ വാസു തൊട്ടതൊന്നും പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ്. മാമൻ വാസു തൊട്ട് കഴിഞ്ഞാൽ കൂമ്പിപ്പോയ ഇല പോലും പിന്നീട് നൂരില്ല, തളർത്തു വരില്ല. അവസാനമാണ് CPM-കാർ എഴുതി വെച്ച ചരിത്രമുണ്ട്. ആ ചരിത്ര പ്രകാരം ഈ മാമൻ വാസു എന്ന് പറയുന്ന വളരെ ധീരനും വീരനുമായ കണ്ണൂരിലെ ചേകവരായിരുന്നു. ഈ മാമൻ വാസു ആരുടെയും മുഖത്ത് വെട്ടാറില്ല. ബോഡി ബന്ധുക്കാർ കണ്ടിരിക്കണമെന്നത് മാമൻ വാസുവിന്റെ നിർബന്ധമായിരുന്നു പോലും. കരുണയുള്ള കൊലപാതകം, എന്നിട്ട് ആ മണ്ണുവാരി ഇടുന്നത്. ചേട്ടാ, നമ്മൾ കണ്ണൂരിലെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ കഥകളുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള ഒരു കണ്ണൂരുകാരൻ വീരനുണ്ട്. ആളുടെ പേര് മാമൻ വാസു. കണ്ണൂരിലെ CPM-കാർക്ക് അദ്ദേഹം ഒരു വീരനാണ്, ധീരനാണ്. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് അങ്ങനെയല്ല. ഒരു എതിരാളി, രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിരാളിയെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുറിവിൽ പൊടിമണ്ണ് വാരിയിട്ട് ആ പൊടിമണ്ണ് പഴുത്ത് ചീഞ്ഞ് മരിക്കുന്ന രീതിയിലേക്ക് ഇരയെ തള്ളിയിടുന്ന ഒരു ക്രൂരനായ ഒരു രാഷ്ട്രീയ ഗുണ്ടയായിട്ടാണ് മാമൻ വാസുവിനെ ഇപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ചേട്ടൻ ആ കാലം ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്ക് കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഡിസംബർ 12-ാം തീയതി CPM മാമൻ വാസു രക്തസാക്ഷി ദിനം ആചരിക്കാറുണ്ട്, അനുസ്മരണം സംഘടിപ്പിക്കാറുണ്ട്. അവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റും വിവിധയിനം മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ മാമൻ വാസു രക്തസാക്ഷി ദിനമായിട്ട് അവിടെ ആചരിക്കാറുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന സംഭവം. ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, മാമൻ വാസു എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു ക്രിമിനലാണ് കൊടും ക്രിമിനലാണ് എന്നാണ് ബാക്കിയുള്ള ഇവരുടെ എതിരാളികൾ, അതായത് CPM-ന്റെ എല്ലാ എതിരാളികളുടെയും ഭാഷയിൽ പറഞ്ഞാൽ മാമൻ വാസു ഒരു കൊടും ക്രിമിനലാണ്. കൊടും ക്രിമിനലും ഒരു ദയയും അർഹിക്കാത്ത മനുഷ്യനുമാണ്. കാരണം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ക്രിമിനൽ പരിപാടികൾ അത്തരത്തിലുള്ളതാണ്. അത്തരം ക്രിമിനൽ വാസനയുള്ള മനുഷ്യനെ മനുഷ്യനായി പോലും കരുതാൻ തയ്യാറല്ലാത്ത, രാഷ്ട്രീയത്തിൻ്റെ അന്ധത ബാധിച്ച ഒരാളാണ്. പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിച്ച ആളുകളുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ ലൈബ്രറി സ്ഥാപിക്കുക, നല്ല റോഡ് പണിയുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക, കുടിവെള്ളം സ്ഥാപിച്ചു കൊടുക്കുക, ഇത്തരം പ്രവൃത്തിയൊന്നുമല്ല ഇദ്ദേഹത്തിന് പേരിൽ കേൾക്കുന്ന കഥകളിൽ ഉള്ളത്. സുപ്രസിദ്ധനല്ല, കുപ്രസിദ്ധനാണ്. ഏകദേശം ഞാൻ വളരെ കുഞ്ഞുനാളിലുള്ള കഥയാണിത്. കുഞ്ഞുനാളിൽ നമ്മളൊക്കെ കുഞ്ഞുനാളിൽ അഭിഷേകനെ കഴിഞ്ഞ് ഇളയതാണ്. അപ്പം നമ്മളൊക്കെ ചെറിയ പ്രായത്തിലുള്ള കഥകളാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അഭിഷേക് ഈ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഈ രക്തസാക്ഷി ദിനം, മാമൻ വാസു രക്തസാക്ഷി ദിനത്തിൻ്റെയൊക്കെ ഫുട്ടേജുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഫുട്ടേജ് ഇതുപോലെ മാമൻ കണ്ണൂരിൽ റിപ്പോർട്ടർ ആയിരിക്കുമ്പോൾ അത് അന്ന് ആ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ അത് ദിവസം ഇവരിങ്ങനെ ആചരിച്ചു എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫുട്ടേജ് സംബന്ധിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകൾ അന്വേഷിക്കുമ്പോൾ രണ്ട് കഥകൾ വരുന്നു. ഒന്ന്, CPM ഇദ്ദേഹത്തെ വലിയ രക്തസാക്ഷിയായിട്ടാണ് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച, ചതിയാൽ കൊല്ലപ്പെട്ട ധീര രക്തസാക്ഷി എന്നാണ് അവർ പറയുന്നത്. ചതിച്ചു കൊന്നു എന്നാണ് അവരുടെ കഥ. ഇപ്പുറത്താണെങ്കിൽ 25ഓളം പേരെ കൊലപ്പെടുത്തുകയും അവരുടെ വെട്ടി കീറിയ ശരീരത്തിലേക്ക് പൊടിമണ്ണ്, അതായത് പച്ച മണ്ണ് വാരിയിട്ട് കൊടുത്തിട്ട് കടന്നു കളയുകയും ചെയ്യുന്ന മാമൻ വാസുവാണ് ഇപ്പുറത്തുള്ളത്. ഭീരുവായ അതെ, രണ്ട് മുഖം എന്ന് വെച്ചാൽ ഈ രണ്ട് തരത്തിലുള്ള ഏത് കഥയ്ക്കും ധീരനാണെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ഏത് സമയവും ആയുധവും കൊണ്ട് മാത്രം നടക്കുന്ന, ആയുധമുള്ളപ്പോൾ മാത്രം ധൈര്യമുള്ള, പറയുന്ന എതിരാളികളെ കണ്ടാൽ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ ധൈര്യമില്ലാത്ത ഒരാളാണ് ഈ മാമൻ വാസു എന്നാണ് എതിരാളികളുടെ കഥ, പറയുന്ന കഥ. ഇത് രണ്ട് കഥയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ 95 ഡിസംബർ 12 രാവിലെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകവേ ജീപ്പിലെത്തിയ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത് സത്യം, ഇത് നിജം. അതായത് കോടതി രേഖകളിലും പോലീസ് രേഖകളിലുമുള്ള സത്യം, അതായത് അന്വേഷിച്ച് കണ്ടെത്തിയ സത്യം. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും വർഷങ്ങളോളം നീണ്ടുപോവുകയും ചെയ്ത കേസാണ്. വർഷങ്ങളോളം ഈ കേസ് നീണ്ടുപോയി. 2018 വരെയൊക്കെ ഈ കേസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഇതിലെ ഒരു പ്രതിയെ കിട്ടുന്നത് 22 വർഷങ്ങൾക്ക് ശേഷമാണ്. എനിക്കൊന്ന് സുരേന്ദ്രനാണെന്നാണ് എൻ്റെ ഓർമ്മ. സുരേന്ദ്രനാണ് എന്ന ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അപ്പോൾ പിന്നെ ഈ കേസിൽ ആദ്യം, അതായത് 2001 ഇതിൽ പി ഉബൈദ് വിധി പറഞ്ഞ കേസാണ്. ഇതിലെ 5 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. പിന്നെ പുലർച്ചെ 7 മണിക്കാണ് ഈ കൊലപാതകം ഉണ്ടായത്. സഹോദരിയുടെ വീട്ടിലേക്ക് പോകവേ ജീപ്പിലെത്തിയ സംഘം ജീപ്പ് തള്ളിത്തരാമോ എന്ന സഹായം ഈ മാമൻ വാസുവിനോട് ചോദിക്കുകയും മാമൻ വാസു അതിൽ ഉൾപ്പെടുകയും പിന്നെ
ആ ജീപ്പ് തള്ളാൻ കൂടെ നിൽക്കുകയും ഇതിനിടെ വെട്ടുകയുമായിരുന്നു എന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. കുര്യൻ സുരേന്ദ്രനാണ് ഈ കേസിൽ 22 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ ആൾ. 22 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പിടിയിലാവുകയും അദ്ദേഹത്തിൻ്റെ വിചാരണ പുരോഗമിക്കുകയും ഒക്കെ ചെയ്തത്. ഈ പ്രതികളെല്ലാം ഹൈക്കോടതി വെറുതെ വിട്ടേ കേട്ടോ. ഈ പിടിച്ച പ്രതികളെല്ലാം എല്ലാ പ്രതികളെയും വെറുതെ ഇട്ടയാണ്. ആദ്യം വെറുതെ വിട്ടത് ഈ വണ്ടിയുടെ ഉടമ, ജീപ്പിൻ്റെ ഉടമ ചന്ദ്രൻ, പനോളിപ്പറമ്പത്ത് ചന്ദ്രൻ, അദ്ദേഹത്തെ വെറുതെ വിട്ടു. കാപ്പിൽ പുഷ്പരാജ്, KP അരവിന്ദാക്ഷൻ, MV ഗംഗാധരൻ, പാറമ്മ രാജൻ മാസ്റ്റർ, ഇങ്ങനെ തുടങ്ങി കുറേ ഒരു 6-7 പേരെ ശിക്ഷിക്കുകയും ചെയ്തു. ഇവരെ എല്ലാവരെയും പിന്നെ വെറുതെ വിട്ടു. ഇത് കുര്യൻ സുരേന്ദ്രൻ മാത്രം പിന്നീട് കീഴടങ്ങി അതിൻ്റെ വിചാരണ നേരിടുകയും ഒക്കെ ചെയ്ത കേസാണ്. അപ്പോൾ ഈ കൊലപാതകം എന്ന് പറയുന്നത് 1948, അതായത് കേരളത്തിലെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പറയുമ്പോൾ അത് 1948 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പയ്യാരത്ത് ശങ്കരനിലാണ് അത് തുടങ്ങുന്നത്. പയ്യാരത്ത് ശങ്കരൻ, പിന്നെ സുലൈമാൻ, വാടിക്കൽ രാമകൃഷ്ണൻ, ഇങ്ങനെ പലരുണ്ട്. അങ്ങനെ പല കൊലപാതകങ്ങൾ നടന്നു. ഈ 70കളിൽ ഇത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ആദ്യ കാലഘട്ടത്തിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നെങ്കിൽ അത് പിന്നീട് 70കളെത്തിയപ്പോൾ കോൺഗ്രസും CPM തമ്മിലായി. കോൺഗ്രസും CPM തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ തീർത്തുകൊണ്ടേയിരുന്നു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു, പിന്നീട് ജനസംഘം വന്നു, ജനസംഘം കഴിഞ്ഞ് പിന്നെ BJP RSS ആയി. 90കളിൽ ഇത് RSSും CPM തമ്മിലുള്ള ഏറ്റുമുട്ടലായി കണ്ണൂരിൽ കലാശിച്ചു. കണ്ണൂരിലെ RSSന്റെ വളർച്ചയെ ഒരു കാരണവശാലും അനുവദിക്കാൻ ഇവർക്ക് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഇവർക്കില്ല. തങ്ങൾ അപ്രമാദിത്യം സ്ഥാപിച്ചൊരു പ്രദേശത്ത് മറ്റൊരു ശക്തി വളരുന്നത് CPMനെ ഭയപ്പെടുത്തി. അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ഇതിലൊക്കെ കഥകൾ വരുമ്പോൾ ഇതിനകത്ത് ഒരാളാണ് ഈ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്രൈം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് വരും. അദ്ദേഹത്തിൻ്റെ പേരില്ലാത്ത, നമ്മൾ മറ്റേ ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ, റൌഫിൻ്റെ കഥ പറഞ്ഞ പോലെ ഫൈനൽ ടച്ച് ഇല്ലാത്ത ഒരു കരവിരുതും പുറത്തു പോകില്ല എന്ന് പറഞ്ഞ പോലെ പി ജയരാജൻ്റെ പേരില്ലാത്ത ഒരുമാതിരിപ്പെട്ട ക്രൈമുകളിലെല്ലാം പി ജയരാജൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നതാണ്. അത് എതിരാളികളെ അമർച്ച ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന പി ജയരാജൻ, അതായത് നമ്മുടെ വടക്കൻ പാട്ടുകളിലെ ഒരു ചേകവരുടെ സ്റ്റൈലിൽ കഥ കേട്ടിട്ടില്ലേ? തന്നെ വെട്ടാൻ വന്ന തിരുവോണനാളിലെത്തിയ അക്രമി സംഘത്തെ വീശിയെറിഞ്ഞ ഒരു കസേര കൊണ്ട് നേരിട്ട ആളാണ് ധീരൻ എന്നാണ് അവർ അവിടെ പറയുന്നത്. ഈ ധീരൻ പക്ഷേ CB വിളിച്ചപ്പോൾ നെഞ്ചുവനാന്ന് കേട്ടോ. ധീരന് വിളിച്ചപ്പോൾ നെഞ്ചുവനാന്ന്, എനിക്ക് നെഞ്ചുവനാണെന്ന് പറഞ്ഞു. ECG ഒക്കെ എടുത്തു, കൊണ്ടുപോയി ECG ഒക്കെ എടുത്ത് വലിയ പരിശോധന എടുത്ത് എനിക്ക് നെഞ്ചുവനാന്നെന്ന് പറഞ്ഞു പുള്ളിക്ക്. പക്ഷേ അവരുടെ പറയുന്നത് വടക്കൻ പാട്ടിലെ ചേകവർന്ന രീതിയിലാണ് അവിടെ പി ജയരാജനെ ആഘോഷിക്കപ്പെടുന്നത്. ഇതിലുള്ള വേറൊരു കക്ഷിക്കാരനാണ് ഈ മാമൻ വാസുവിൻ്റെ ഒരു തലമുതിർന്ന അപ്പനുണ്ട്, രാജഗോപാൽ, അറിയാലോ. അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പിതാവ് രാജു എന്നാണ് അറിയപ്പെട്ടത്. അതെ, അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവായിട്ടുള്ള രാജഗോപാൽ. ഈ രാജഗോപാലിന്റെ കയ്യാളായിരുന്നു ഇദ്ദേഹം. രാജഗോപാലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഗുരു. അതെ, രാഷ്ട്രീയ ഗുരു രാജഗോപാൽ തന്നെയായിരുന്നു. ആ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലല്ലോ ഈ ചെയ്തു വെച്ചൊന്നും. രാഷ്ട്രീയം മാത്രമല്ല, അക്രമ രാഷ്ട്രീയം, അതും ഫാസിസത്തിന്റെ അങ്ങേയറ്റം. അതായത് നമ്മളുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു ആളുകൾ വളരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന രീതി, ഏകാധിപത്യ ശൈലി. ഈ മാമൻ വാസു തൊട്ടതൊന്നും പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ്. അതായത് മുൾച്ചെടിയിൽ തൊട്ടാൽ പിന്നെ പോലും, അതായത് നമ്മൾ തൊട്ടാവാടി ഉണ്ടല്ലോ, അതിൽ തൊട്ടാൽ പോലും അത് വാടിപ്പോയാൽ പിന്നെ അത് ഈ കൂമ്പിപ്പോയ ഇല വിടരില്ല എന്നാണ് കഥ. മനസ്സിലായോ? നമ്മളൊക്കെ പോയി തൊട്ടാവാടിയിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കൂമ്പിപ്പോവുകയും നമ്മൾ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അത് നേരെ നിവർന്ന് വരികയും ചെയ്യും. അത് മാമൻ വാസു തൊട്ട് കഴിഞ്ഞാൽ കൂമ്പിപ്പോയ ഇല പോലും പിന്നീട് നൂരില്ല, തളർത്തു വരില്ല, അതിൻ്റെ അവസാനമാണെന്നാണ് കഥയിലെ. ഇപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ നല്ല തെറി വരുന്നുണ്ട് കേട്ടോ.
കമന്റിൽ നമ്മളൊരു പക്ഷം പിടിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പറയുന്നു രാഷ്ട്രീയ പരാതി വരുന്നത്. അങ്ങനെയാണ് പരാതികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നില്ല എന്നുള്ളതൊക്കെ ഈ പറയാൻ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട്. പറയാൻ പറ്റുന്ന ക്രൈംസൊക്കെ നമ്മൾ എല്ലാം പറയണം, എല്ലാം പറയും. ഒരു കാരണവശാലും കൊലപാതകങ്ങളെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് വെച്ച് നമ്മൾ ഈ പറയുന്ന പോലെ SDPIയോ പോപ്പുലർ ഫ്രണ്ടിനെയോ യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ തയ്യാറല്ല. അത് വേറെ കാര്യം. അത് ഇത് റേ അങ്ങനെ കരുതിയാൽ മതി. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ പക്ഷം എന്നൊക്കെ പറഞ്ഞാലും അതിൽ നിങ്ങൾ എന്താ പറയുക, അങ്ങനെ തന്നെ ചിന്തിച്ചോ. അത് അവന്മാരെ ന്യായീകരിച്ചില്ല എന്നുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പക്ഷം പിടിക്കുകയാണെന്ന് നമ്മൾ പക്ഷം പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് പക്ഷം പിടിച്ചു എന്ന് തന്നെ അങ്ങ് കരുതിക്കോ. ശ്യാമ ഭക്ഷണം പിടിച്ചു, പിടിച്ചു, അതിനെന്താ ഇനിയും പിടിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ഈ കൊലപാതകങ്ങളിൽ ഈ മാമൻ വാസു ചെയ്തു വെച്ച രീതി, മാമൻ വാസുവിൻ്റെ രീതി എന്ന് പറയുന്നത് ആദ്യം ഈ പറയുന്ന വയറിനെ വെട്ടുക, വയറിനെ വെട്ടുന്നു, വയറിനാണ് ആദ്യത്തേത് എന്നാണ് കഥ. ഇപ്പോൾ നമ്മളിതൊന്നും നേരിൽ കണ്ടതാണോ എന്നൊക്കെ ചോദിക്കും. ഇതുപോലെ ഒരുപാട് ജേർണലിസ്റ്റുകളോടും അഭിഷേക് ഇത് എനിക്ക് അയച്ചു തന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു എത്ര ദിവസമായി, 3 ദിവസമായി. ഈ 3 ദിവസത്തിനിടെ നമ്മൾ ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക വെച്ചു. ആദ്യത്തെ വെട്ട് വയറിന് വെട്ടുക, കരളിരിക്കുന്ന ഭാഗത്ത് വെട്ടുക, കരൾ വെട്ടിപ്പൊളത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. കരൾ വെട്ടിപ്പൊളത്തി കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ മാമൻ വാസു ആരുടെയും മുഖത്ത് വെട്ടാറില്ല. ബോഡി ബന്ധുക്കാർ കണ്ടിരിക്കണമെന്നത് മാമൻ വാസുവിൻ്റെ നിർബന്ധമായിരുന്നു പോലും. ബോഡിയുടെ മുഖം കൊടുക്കും. ആ ഒരു കരുണയുള്ള കൊലപാതകി, എന്നിട്ട് ആ മണ്ണുവാരി ഇടുന്നത്. ബോഡി ആരും കാണുന്നില്ല. മറ്റവന്മാരെ നോക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഭേദമായിരിക്കും. കൊടിസുനിയൊക്കെ വെച്ച് നോക്കുമ്പം ടി പി എ വെട്ടിക്കൊന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. മരിച്ചത് TP ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒഞ്ചിയും വിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല പുറത്തോട്ട്. മരിച്ചത് TP ആണെന്ന് അവസാനം ആശുപത്രി കൊണ്ടുചെന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് TP ആണെന്ന് ബോധ്യപ്പെട്ടത് പോലും. ആർക്കോ ഒരാൾക്ക് വെട്ടുകൊണ്ട് ഒരു സമയം അറിഞ്ഞിരുന്നെങ്കിൽ കൊടിസുനിക്ക് അവിടെ നിന്ന് വിട്ടുപോകട്ടെ. അയാൾ ചെയ്തു വെച്ച എല്ലാം മുങ്ങുമല്ലേ, ചെയ്തിട്ട് മുങ്ങുമല്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം മുങ്ങുക. ഇയാൾ പല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയൊരു കൊലയാളിയാണ് ഈ കതിരൂർ മനോജിന്റെ കേസൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഭാഗ്യം കൊണ്ട് മാത്രം, ചിലർ കരുണ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ഈ കൊടിസുനി. അല്ലാതെ ഇതൊന്നും വലിയ ഈ പറയുന്ന തില്ലങ്കേരിയൊക്കെ പോലെ, ആകാശ് തില്ലങ്കേരിയൊക്കെ പോലെ ഒരു സൈഡിലൂടെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് പേര്, പാർട്ടിയെ കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾ, പാർട്ടിയെ കൊണ്ട് ജീവിച്ചു പോകുന്നവർ. ഈ മനു തോമസ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ രക്തസാക്ഷി ദിനത്തിൽ ഇവന്മാരെല്ലാവരും കുറച്ച് ക്യാമറയായിട്ട് വരും. ക്യാമറയായിട്ട് ഇവന്മാർ സ്ഥിരം പരിപാടിയാണ്. മനു തോമസ് അതിൻ്റെ വേറൊരു വശമാണ് പറഞ്ഞത്, ഞാൻ പറയുന്നത് അതിൻ്റെ മറ്റൊരു വശം. രക്തസാക്ഷി ദിനം നടക്കുമ്പോൾ രക്തസാക്ഷിയുടെ ഏതെങ്കിലും ഒരു ഇടത്ത് ഇവന്മാർ വരും. ഇവന്മാർ വന്നിട്ട് ഇവന്മാർ കുറച്ച് ക്യാമറയായിട്ടാണ് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറേ മുദ്രാവാക്യം വിളിക്കും, വീഡിയോ എടുക്കും, ഇൻസ്റ്റയിൽ ഇടും. അതോടുകൂടി പാർട്ടിയുടെ പ്രവർത്തകരെല്ലാം വിചാരിക്കും ഇവന്മാരാണ് പാർട്ടിയെന്ന്. ശരിക്കും ഇവന്മാരല്ല പാർട്ടി. ഇവന്മാർക്ക് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പാർട്ടിയെ വിറ്റ് തിന്നുന്നവന്മാരന്മാരൊക്കെ, പാർട്ടിയെ വിറ്റ് നിന്ന് ജീവിക്കുന്നവരന്മാരൊക്കെ. ഈ പാർട്ടി ഒരു ദിവസം ഈ പാർട്ടി യുവമാർക്ക് എന്താ പറയുക, യുവമാരുടെ അടുത്ത് പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പട്ടിണിയായി പോകുമാർ. കാര്യമായിട്ട് ഈ പാർട്ടിയുടെ കണ്ണൂരിലെ പാർട്ടിക്ക് ഒരു റേഷനുണ്ട്. റേഷൻ മുടങ്ങിയ അതെ, റേഷൻ മുടങ്ങി കഴിഞ്ഞാൽ യുവമാരെല്ലാം പട്ടിണിയായി പോകും. യുവമാരൊക്കെ നെഞ്ചും പിരിച്ച് കിടക്കുന്നുണ്ടല്ലോ. യുവമാർ എവിടെ പോയാലും ക്യാമറ ഉണ്ടെന്നേ നോക്ക്. യുവമാർ അറിയാത്ത രീതിയിൽ ചെന്ന് നിന്ന്, അതായത് പിന്നെ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ അപ്രതീക്ഷിതമായാണ് എന്നെ എടുത്തത് എന്നാൽ ഇവന്മാർ തന്നെ എടുപ്പിക്കുന്ന ക്യാമറയുടെ കൊണ്ടു ചെല്ലുന്ന അപ്രതീക്ഷിതമല്ല, ഒരു വീരപരിവേഷം കണ്ണൂരിലെ സഖാക്കൾക്കിടയിൽ അത് തന്നെ. ഇവന്മാർ ക്യാമറയിലോട്ട് നോക്കത്തില്ല. അതായത് ക്യാമറയിലോട്ട് ഇവന്മാരുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവന്മാർ ക്യാമറയിലോട്ട് നോക്കില്ല. അതായത് ആരോ ഒരാൾ എടുത്ത് പോസ്റ്റ് ചെയ്ത പോലെ തോന്നണം. എന്നിട്ട് ഇവന്മാർ ഷെയർ ചെയ്യാണിത് സ്വന്തമായിട്ട്. കഴിഞ്ഞ ദിവസം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു പ്രതിയായ ഈ ഒരു മുഹമ്മദ് ഷാഫി, ആള് ജയിലിൽ നിന്ന് പരോളിനിറങ്ങി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച. കണ്ണൂരിലൊരു പ്രവാസി കുറെ നാൾ നാട്ടിൽ നിന്ന് തിരിച്ച് വിദേശത്തേക്ക് പോകുന്ന പോലെ ജയിലിലേക്ക് പോവുകയാണ്. വീട്ടിൽ വന്ന് ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ജയിലിലേക്ക് തിരിച്ചു പോകുന്നത് ഏതോ പ്രവാസി കാലങ്ങളായി ഗൾഫ് മണ്ണിൽ കിടന്ന് പണിയെടുത്ത് തിരിച്ച് ഗൾഫിലേക്ക് തിരികെ പോകുന്നത് പോലെയാണ് ഇവരൊക്കെ ജയിലിൽ പോകുന്നത്. കുഞ്ഞനന്തൻ 4 വർഷം കൊണ്ട് എത്ര പരോളെന്നറിയാം? 369 ദിവസവും പരോള്. കുഞ്ഞനന്തന്റെ മരണം അത് നമുക്ക് പിന്നെ പറയാം. ഇതിൽ അതിന്റെ ഒരു ചെറിയ സാധനം പറയാം. കൊറോണ സൗജന്യങ്ങൾ ഇവർക്ക് ലോക്ക്ഡൌൺ നടക്കുക. ഇവിടെ ലോക്ക്ഡൌൺ നടന്നിട്ട് ഇവിടെ കൂടിയിരിക്കാൻ പാടില്ല. കൊറോണയുടെ എല്ലാ നിയമവും നിലനിൽക്കുന്ന സമയത്ത് അവിടെ ആൾക്കൂട്ടം യാതൊരു അകലവും പാലിക്കാതെയാണ് അവരവിടെ ഇത് നടത്തിയത്.
കുഞ്ഞനന്തനെ അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകളുണ്ട്. അപ്പോൾ ഇതാണ് മാമൻ വാസുവിൻ്റെ ചരിത്രം. മാമൻ വാസുവിൻ്റെ പേരിൽ ഫുട്ബോൾ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ മാമൻ വാസുവിൻ്റെ കഥകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മാമൻ വാസുവിൻ്റെ കഥകളിൽ ഈ പറയുന്ന നാട്ടിൽ ലൈബ്രറി സ്ഥാപിച്ചെന്നോ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠനോപകരണം വിതരണം ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു നാട്ടിലെ സാമൂഹിക പ്രശ്നത്തിൽ ഇടപെട്ടെന്നോ ഒന്നുമല്ല. കുറേ ആളുകളെ കൊന്നു തീർത്ത കഥയാണ് മാമൻ വാസുവിൻ്റേത്. ഒരു കൊലയാളിയുടെ കഥ. ഒരു കൊലയാളിയെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ നടത്തുന്നു എന്നുള്ള കഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിവിടെ ഇനി ഇപ്പോൾ എന്താ പറയുക, സാധാരണക്കാരോട് അന്വേഷിച്ചാലും ബാക്കിയുള്ളവരുടെ ഇവരുടെ എതിരാളികളോട് അന്വേഷിച്ചാലും അങ്ങനെ ഒരു കഥയാണ് വരുന്നത്. ഇവർ മാത്രം രക്തസാക്ഷിയാണെന്ന് പറഞ്ഞ് രക്തസാക്ഷി ദിനമൊക്കെ ഡിസംബർ 12-ാം തീയതി, ഇനിയിപ്പോൾ ഒരു 10-12 കുറച്ച് ദിവസമേ ഉള്ളൂ, 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ആഘോഷം അവിടെ നടത്തും. അവിടെ വലിയ പരിപാടികളും കലാപരിപാടികളും ഒക്കെ നടത്തി. ഈ ചരിത്രം ഒരു വലിയ കള്ളത്തരമാണ്. കാലം കടന്നു പോകും, മധുരമേറും. മധുരമേറും. ഒരു കള്ളത്തെ പറഞ്ഞ് സത്യമാക്കി മാറ്റുകയാണ്. നമ്മുടെ പഴയ കഥകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കള്ളക്കൂട്ടങ്ങൾ, ധീര പരിവേഷം ഈ ചരിത്രം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുറേ കള്ളന്മാർക്ക്. അത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന വീരപരിവേഷം പിന്നെ പാശ്ചാത്യ ഭാഷയിലുള്ള എഴുത്തുകാരുടെ എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം കള്ളത്തരം ഇവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കള്ളന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റും. നമ്മളിവിടെ ഭയങ്കര വീരപരിവേഷമാണ്. കുട്ടിക്കാലം മുതലേ നമുക്ക് പറഞ്ഞു തന്ന് വീരപരിവേഷം പറഞ്ഞു വെച്ച് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു വെച്ച മുഴുവൻ ഉടായ്പകളുടെയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നമ്മൾ പാശ്ചാത്യ ഭാഷയിലുള്ള എഴുത്തുകാരുടെ ചരിത്രകാരന്മാരുടെ കഥകൾ, ആ എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല, അവരുടെ എഴുത്തുകൾ ആണ് എല്ലാവർക്കും വിശ്വാസം. അല്ല, അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ കള്ളത്തരം, ഇവിടുത്തെ ഉടായ്പകൾ. അതിലും കുറെ കള്ളത്തരമുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ലോകത്തിലെ എഴുതുന്നയാളുടെ താല്പര്യം എന്താണോ അതനുസരിച്ചാണ് ചരിത്രം എഴുതി വെക്കുന്നത്. ഇപ്പോൾ പിന്നെ ഈ CPM-കാർ എഴുതി വെച്ച ചരിത്രമുണ്ട്. ആ ചരിത്ര പ്രകാരം ഈ മാമൻ വാസു എന്ന് പറയുന്ന വളരെ ധീരനും വീരനുമായ കണ്ണൂരിലെ ചേകവരായിരുന്നു മാമൻ വാസു. പറയുമ്പോൾ അങ്ങനെയല്ല. അതെ, നമ്മളെ പിന്നെ MVR-ന്റെ പിന്നെ ആത്മകഥയുണ്ട് ഒരു ജന്മത്തിലെ ഒരു പിന്നെ ലേഖനം എന്ന് പറയാം, EMS-ന്റെ ചതി എന്നാണ്. EMS-നെ ഒരു വലിയ ചതിയനായിട്ടാണ് MVR പറഞ്ഞു വെച്ചേക്കുന്നത്. EMS-ന്റെ ചതി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ അതാണ്. ഞാൻ വായിച്ചതാണ് ഈ ഒരു ജന്മമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓരോ ചരിത്രത്തെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. അവരുടേതായിട്ടുള്ള വശത്തിൽ പിന്നെ ആണ് അവരോരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഓരോ വശങ്ങളെയും ഇപ്പം നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച്, ഇപ്പം ഞാനൊരു പിന്നെ ചരിത്രം ഒരാളെക്കുറിച്ചുള്ള അയാളുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് അയാളോട് താല്പര്യപ്പെട്ട ആളാണെങ്കിൽ ഞാൻ അയാളുടെ സകല ഉടായ്പകളും മറച്ചു വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയം അയാളുടേതായിട്ട് അടുത്ത് നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ എഴുത്തിലൊക്കെ അത് പ്രതിഫലിക്കും. അതുപോലെയാണ് ഈ മാമൻ വാസുവിൻ്റെ കഥ. മാമൻ വാസുവിനെ എഴുതി ഒരു ധീര രക്തസാക്ഷിയാക്കി ഇവർ മാറ്റി വെച്ചിരിക്കുകയാണ്. മാമൻ വാസു എന്താ ചെയ്തിരിക്കുന്നത്? 6 കൊലക്കേസിലെ പ്രതിയാണ്. 25-ൽ 6 ഉള്ളൂ. 25 അത് പാർട്ടി കൊടുക്കുന്നതല്ലേ? അല്ല, ഇദ്ദേഹം ചെയ്തു കൂട്ടിയ കാലത്തൊക്കെ ആ സമയത്താണ് പാർട്ടിക്ക് ഒരു ഇത്തരം പ്രതികളെ സപ്ലൈ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായത്. ഇപ്പോഴും ഉണ്ട്. അല്ല, ഇപ്പോഴുണ്ട്. അദ്ദേഹം ആ കൊലപാതകങ്ങളൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു കാലത്താണ്. അതിന് ശേഷമാണ് പാർട്ടി ആ സപ്ലൈ തുടങ്ങിയത്. പ്രതികളെ കൊടുക്കുന്ന പരിപാടി സപ്ലൈ തുടങ്ങിയതോടെ ആള് കുറച്ച് 25 എണ്ണത്തിൽ 6 മാത്രമാണ് 6 എണ്ണത്തിൽ നിന്നത്. 6-ൽ റൗണ്ട് ചെയ്ത് നിർത്തി. അല്ലെങ്കിൽ 25 പോയാൽ ഇല്ലെങ്കിൽ 25-ലും പോകേണ്ട ആളാണ്. 25 കൊലപാതകങ്ങൾ എന്നൊക്കെ പറഞ്ഞു മനുഷ്യന്റെ ജീവനെടുത്ത പരിപാടിയല്ല ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇയാളോട് ചെയ്തതും അതാണ്. ഇയാളോട് ചെയ്തതും ഇയാളെയും വെട്ടി വീഴ്ത്തി മണ്ണ് വാരിയിട്ടു കളഞ്ഞു. വെട്ടി ഇതുപോലെ തന്നെ വയറ് വെട്ടി പൊളിച്ചു, മണ്ണ് വാരിയിട്ടു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം എന്നാണല്ലോ. അങ്ങനെ തന്നെയാണ് കർമ്മഫലം. അങ്ങനെ ഇതാണ് മാമൻ വാസുവിനെ കേട്ടിട്ടുള്ള. അത് എങ്ങനെയായിരുന്നു ഇവര് ചെയ്തത്? രാവിലെ 7 മണി, പുലർച്ചെ 7 മണിക്കാണ് ഇത് നടക്കുന്നത്. ഒരു വാഹനം, ഒരു ജീപ്പ്. ആ ജീപ്പിൽ 7 അംഗ സംഘം. ജീപ്പിന്റെ ഉടമ ചന്ദ്രനെയാണ് പിന്നീട് വെറുതെ വിട്ടത്. ചന്ദ്രന്റെ ജീപ്പാണ് കൊണ്ടുവന്നത്. ചന്ദ്രൻ അതിനകത്തില്ലായിരുന്നു. ചന്ദ്രന്റെ ജീപ്പ് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ നടന്നു പോകുന്ന വഴിയിൽ ഈ വണ്ടി ഇട്ടു. ആ വണ്ടി കേടാണെന്ന് പറഞ്ഞു. തള്ളിത്തരാമെന്ന് ചോദിച്ചു. പിന്നെ ഡ്രൈവർ ഒഴുകി ബാക്കിയുള്ളവരെല്ലാം പുറത്തിറങ്ങി വാഹനം തള്ളുന്നതിനിടയിൽ തള്ളിയിട്ട് വെട്ടുകയായിരുന്നു. ഓടിച്ചിട്ട് വെട്ടി. ഇത് പറയും പിന്നിൽ നിന്ന് വെട്ടാൻ ആർക്കും പറ്റും, മുന്നിൽ നിന്ന് വെട്ടാൻ പറ്റില്ല. ആർക്കാ? പിന്നെ ഇയാൾ നേരിട്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത്. അതാണ്
ഇയാളും എല്ലാവരെയും ചതിച്ചാൽ അല്ല, ഇത് ഇടുമ്പോഴേ വീഡിയോ പോകുമ്പോൾ ആളുകൾ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ആളുകൾ പറയും മാമൻ വാസു കൊടുത്ത ഒരു ധീര രക്തസാക്ഷിയായിരുന്നു, ഇരുട്ടിന്റെ മറപറ്റി അങ്ങനെ കൊന്നു ചരിത്രമുണ്ട്. പക്ഷേ ഇങ്ങനെ ജീപ്പ് തള്ളാനായിട്ട് സഹായം തേടി അഭ്യർത്ഥിച്ചു, എല്ലാവരെയും സഹായിച്ച് മനസ്സുള്ള ആൾ പോയി ജീപ്പ് തള്ളുന്നതിനിടെ പിന്നിൽ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തി. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ടിട്ട് ഇരയെ വിളിച്ചു വരുത്തി വെട്ടിക്കൊന്നിട്ടുണ്ട് ഈ മാമൻ വാസു. ഒരു കഥ അതാണ്. ഒരാളുടെ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് അതിനെ ആകർഷിച്ച് വിളത്തി അതിനെ പിടിക്കാമെന്ന ആളെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അങ്ങനെ ചരിത്രമുണ്ട്, അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഇതെന്താ ചതിയല്ലേ? അത് ചതിയല്ലേ? അയാൾ ചെയ്ത മുഴുവൻ ചതി കഥകളാണ് കേട്ടിട്ടുള്ളത്. അയാൾ നമ്മൾ പറയുന്ന വടക്കൻ പാട്ട് കഥകളെ നമ്മൾ മറ്റേ സിനിമ വന്ന ശേഷം MD അതിനെ എഴുതി മാറ്റി ചന്തുവിനെ ഒരു വലിയ കഥാപാത്രമായിട്ട് വെച്ചു. പക്ഷേ യഥാർത്ഥ വടക്കൻ പാട്ട് കഥകളിലെ ചന്തുവിൻ്റെ ചതി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചതിയാണ്. മുളയാണി വെച്ചു കൊടുത്ത കഥയാണ്. സ്വന്തം സുഹൃത്തിനെയും മുളയാണി വെച്ച് ചതിച്ചു കൊന്നു എന്നാണ് യഥാർത്ഥ കഥ. MD അത് എഴുതി മറ്റൊരു തരത്തിലേക്ക് ചന്തുവിന് വീരപരിവേഷമാക്കി കൊടുത്തോളാം. അത്തരത്തിൽ തന്നെയാണ് ഇത്. അതിനർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്തത് മുഴുവൻ ചതിയാണെന്നേ. ചതിക്കഥകളാണ് കേൾക്കുന്ന മുഴുവൻ. നേരാമണ്ണമുള്ള കഥകളൊന്നും ഞാനിതുവരെ കേട്ടില്ല. ഈ 3 ദിവസവും ഇത് ഞാൻ നേരത്തെ മറ്റൊരു ചാനൽ ചെയ്ത ചർച്ചയാണ്. അപ്പോഴും ഞാനിത് ബാലൻസ് ചെയ്താണ് പറഞ്ഞത്. എങ്കിലും അഭിഷേക് അയച്ചു തന്ന ടെക്സ്റ്റ് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഞാൻ കുറേ അന്വേഷിച്ചു. അങ്ങനെ ഒരു വ്യാപകമായിട്ടൊരു എൻക്വയറി ഇക്കാര്യത്തിൽ നടത്തി. ഇപ്പം അഭിഷേക് കണ്ടല്ലേ, ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ആളുകളെ വിളിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കഥ ബാക്കി അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് വെരിഫൈ ചെയ്തിട്ടേ നമുക്കൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും ഒരുപാട് ആധികാരികത വേണമല്ലോ. വെറുതെ കഥ പറഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് സൂഹിക്കുന്നല്ലാതെ, കാണുന്ന ആളുകൾക്ക് ഒരു രോമാഞ്ചം കൊള്ളുന്നല്ലാതെ. ഇപ്പോൾ ആർക്കെതിരെയാണ് പറയുന്നത്, അവർക്കെതിരെ നിൽക്കുന്നവർക്ക് അതൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന സമയമായി അതെ അവരുടെ എടുക്കും. ഞാനിത് ആകാശ് തില്ലങ്കേരിയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് വെരിഫൈ ചെയ്തിട്ട് ഒരുപാട് ഞാൻ ഒരുപാട് തപ്പിപ്പോയി. ഒരു രക്തസാക്ഷി കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ വരെ ഞാൻ തപ്പിപ്പോയി. അവിടെ നിന്നും ഒരു കഥയുണ്ട്. അവിടെ നിന്നും കഥകൾ ഞാൻ തില്ലങ്കേരിയുടെ കഥ തപ്പിയെടുത്തു. അവിടെ നിന്നുള്ള കഥകൾ ഞാൻ തപ്പിയെടുത്തിട്ടുണ്ട്. അത്രയും തപ്പിയെടുത്തിട്ടാണ് ഒരു കഥ നമ്മൾ അവതരിപ്പിച്ചത്. 95-ലൊന്നും നമ്മൾ ജേർണലിസ്റ്റോ ഒന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. കുഞ്ഞുനാട് ഞാൻ ആ സമയത്ത് നിക്കറൊക്കെ എടുത്ത് സ്കൂളിൽ പോകുന്ന സമയത്തുള്ള കൊലപാതകമാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് മാമൻ വാസുവിനെ കുറിച്ച് നല്ലത് പറയാൻ ആകെപ്പാടെ ഒരു 10 പേരെ കിട്ടിയ CPM-കാരെ മാത്രമാണ്. ബാക്കിയെല്ലാം എന്താ പറയുക, ആളുകളെ ചതിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കൊലയാളിയുടെ കഥയാണ് നിങ്ങൾ ഈ പറയുന്ന രക്തസാക്ഷിയുടെ പിന്നാമ്പുറത്തുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സൈൻ ഓഫ് അഭിഷേകിന് പറയാം എന്ത് തോന്നിയെന്ന്. എന്തായാലും മാമൻ വാസുവിനെ ആഘോഷിക്കുന്നത് ഇപ്പോഴും CPM ആണ്. എന്നാൽ അദ്ദേഹം ചെയ്തു വെച്ച ക്രൂരതകൾ സമാനതകളില്ലാത്തതാണ്. കാരണം ഒരാളെ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മുറിവിൽ പൊടിമണ്ണ് വാരിയിട്ട് അത് പഴുത്ത് ചീഞ്ഞളിഞ്ഞ് ഒരു ദാരുണമായ ഒരു മരണത്തിലേക്ക് ഇരയെ തള്ളിവിടുന്ന ഒരു ശൈലിക്കുടമയായിരുന്നു ഈ പറയപ്പെടുന്ന മാമൻ വാസു. എന്തായാലും നമ്മളൊരു കൊലപാതകങ്ങളെയും ഒരു കാലത്തും ന്യായീകരിക്കുകയല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാലം ചെല്ലും തോറും അതൊക്കെ വീരപരിവേഷത്തോടെ അത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പതിവ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി കൂടിയാണ്. എന്തായാലും അടുത്തൊരു ലക്കത്തിൽ അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും മറ്റൊരു കഥയുമായിട്ട് കാണാം.